ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ടു റിയൽ ടോക്ക്. ഇറ്റ് സുമിത്ത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ആദ്യമായിട്ട് ചാനലിലേക്ക് വരുന്നവരാണെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ നിങ്ങൾ വീഡിയോ കാണാൻ തുടങ്ങണം. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തോ ആയിക്കോട്ടെ, അതിപ്പോൾ നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ, എന്ത് കാര്യങ്ങളായാലും അത് കമൻറ്റ് സെക്ഷനിൽ കൊണ്ട് മെൻഷൻ ചെയ്യുക. വീഡിയോയ്ക്ക് മാക്സിമം ലൈക്ക് തരാനും ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയെന്നുണ്ടെങ്കിൽ കുറേ ആൾക്കാർക്ക് ഷെയർ ചെയ്ത് ഈ ഇൻഫർമേഷൻ എത്തിക്കാനും നിങ്ങൾ 100% ശ്രമിക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ വന്നിരിക്കുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് വൺ എന്താണെന്ന് പറഞ്ഞാൽ, റീസെൻ്റ്ലി തന്നെ ഒരു പുതിയ പ്രൊജക്റ്റ് അല്ലെങ്കിൽ ഒരു വാലറ്റ്, ഒരു പുതിയ ടോക്കൺ വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരുപാട് സ്ട്രാറ്റജികൾ നോക്കിയിട്ടും അതിൻ്റെ ഫ്യൂച്ചറിൽ അവർ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ക്വാണ്ടം വാലറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊജക്റ്റിനെ പറ്റി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ന് സംസാരിക്കുന്നുണ്ട്. ഒരുപാട് ഡീറ്റെയിലാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതൊന്നൊരു പ്രോഫിറ്റ് കിട്ടും എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അതോടൊപ്പം നമ്മുടെ പൗസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിൻ്റെ പ്രീ മാർക്കറ്റ് ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ആ ഒരു കാര്യം ചെയ്തിട്ട് നമുക്ക് പ്രോഫിറ്റ് കിട്ടുമോ ഇല്ലയോ, ഈ ഒരു പ്രൈസിലാണോ ലിസ്റ്റ് ആവാൻ പോകുന്നത് എന്നുള്ള കുറേ ഡൗട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടാവും. അതിൻ്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടും. അതേപോലെ തന്നെ പൈ നെറ്റ്വർക്ക് ബിനാൻസിൽ ലിസ്റ്റ് ആവോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അങ്ങനെ ഫുള്ളായിട്ട് കാണാം. നിങ്ങൾ സ്കിപ്പ് ചെയ്തെന്ന് പറഞ്ഞാൽ ആർക്കാണ് നഷ്ടം? നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയാൻ പോകുന്നത് ഈ ഒരു ക്വാണ്ടം വാലറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രൊജക്റ്റിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പേര് കേൾക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വേറെ രീതിയിൽ ചിന്തിക്കരുത്. ഇത് നമുക്ക് ക്വാണ്ടം തിയറിയൊക്കെ നിങ്ങൾ ആൾറെഡി പഠിച്ച ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും അറിയാം. അപ്പോൾ ഈ ക്വാണ്ടം തിയറിയിൽ നമ്മൾ എന്താണ് പറയുന്നത്, കോർ ഓഫ് എല്ലാത്തിൻ്റെയും കോറാണ് ഈ ഒരു തിയറി എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് അറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ അതേ ഒരു പേരിലേക്ക് വന്നിട്ടുള്ള ഒരു വാലറ്റിൻ്റെ കാര്യമാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ഇന്ന് പറയുന്നത്. ഒരുപാട് ഭയങ്കര വാല്യൂ അല്ലെങ്കിൽ നിങ്ങൾ ഇൻഫർമേഷനൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നല്ല രീതിയിൽ തന്നെ ഒരു പൊട്ടൻഷ്യൽ ഉള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഫസ്റ്റ് തന്നെ അവൻ്റെ ഒരു വെബ്സൈറ്റിലേക്ക് പോകുന്നുണ്ട്. ആ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാണാൻ പറ്റും, അവർ പ്ലേ സ്റ്റോറിലേക്ക് വരുന്നത് കാണാൻ പറ്റും. ഫ്യൂച്ചറിൽ തന്നെ പെട്ടെന്ന് തന്നെ പ്ലേ സ്റ്റോറിൽ വരലും അതേപോലെ തന്നെ ആപ്പ് സ്റ്റോറിൽ വരാനുള്ള ഒരു സംഭവം അവർ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഇയർലി യൂസേഴ്സാണ്. ഇപ്പോൾ വെറും 30,000-40,000 ആൾക്കാരാണ് ഇതിൽ കയറിയിട്ടുള്ളൂ. നമ്മൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മളായിരിക്കും ഏറ്റവും ഫസ്റ്റ്, നമ്മളായിരിക്കും ഇതിൽ ഏറ്റവും പ്രിയോറിറ്റി എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഫസ്റ്റ് തന്നെ ക്വാണ്ടം വാലറ്റ് മിഷൻ എന്താണ്, അവർ പറഞ്ഞിട്ടുള്ള മിഷൻ എന്താണെന്ന് പറഞ്ഞാൽ, ടു ക്രിയേറ്റ് എ ബ്രാൻഡ് ന്യൂ പ്ലാറ്റ്ഫോം ദാറ്റ് ഇൻറ്റഗ്രേറ്റ് ഡിജിറ്റൽ അസറ്റ് മാനേജ്മെൻറ്റ്, പേയ്മെൻറ്റ് ആൻഡ് സ്മാർട്ട് ഫിനാൻഷ്യൽ പ്ലാനിംഗ്, ഫോസ്റ്ററിംഗ് ദ ഡീപ്പ് ഇൻറ്റഗ്രേഷൻ ഓഫ് ക്രിപ്റ്റോ കറൻസി വിത്ത് ദ ട്രഡീഷണൽ എക്കണോമി ആൻഡ് ജോയിൻലി യൂഷറിംഗ് ഇൻ എ ന്യൂ എറ ഓഫ് ഫിനാൻസ്. നമുക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡം തന്നെയാണ് കിട്ടാൻ പോകുന്നത്. അത്രത്തോളം അവരുടെ ഒരു ബ്രാൻഡ്, ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുകയാണ്. അതിൽ ഇവർ ഡിജിറ്റൽ അസറ്റ് മാനേജ്മെൻറ്റ് ചെയ്യാനും അവിടെ സ്റ്റേക്ക് ചെയ്യാനും അങ്ങനെയുള്ള പേയ്മെൻറ്റ് നടത്താനും നിങ്ങൾക്ക് ഒരുപാട് ഫീസ് ഇല്ലാതെ ഒരുപാട് ട്രാൻസാക്ഷൻ നടത്താനും അങ്ങനെ എല്ലാ കാര്യങ്ങളും വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റാണ് അല്ലെങ്കിൽ ഒരു കമ്പനിയാണ് ഈ ഒരു ക്വാണ്ടം വാലറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം കൊണ്ടുവന്നിട്ടുള്ളത്. ഇവർക്ക് ആൾറെഡി തന്നെ ATU എന്ന് പറഞ്ഞിട്ടുള്ള ടോക്കൺ അവിടെ കിടക്കുന്നുണ്ട്. അതിൻ്റെ ട്രേഡിംഗ് പ്രൈസും അങ്ങനെയുള്ള കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം. ട്രോൺ നെറ്റ്വർക്കിലാണ് അവർ എന്ത് ചെയ്തിട്ടുള്ളത്, ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ടീമൊക്കെ നോക്കിയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്തെടുക്കാം. ഒരുപാട് സ്ട്രാറ്റജികളാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ക്വാണ്ടം വാലറ്റ് ഈസ് എ ഗ്ലോബലി അസസബിൾ ഡിജിറ്റൽ അസറ്റ് സ്റ്റോറേജ് പ്ലാറ്റ്ഫോം ഡെഡിക്കേറ്റഡ് ടു പ്രൊവൈഡ് യൂസർ ടു സെക്യൂർ ദ കൺവീനിയൻറ്റ് മാനേജ്മെൻറ്റ് encrypted digital asset. The platform supports multiple blockchain technology, meeting users' need for storing the transiting with various cryptocurrency through innovative blockchain technology. Quantum Wallet aims to build a comprehensive digital asset service ecosystem, enable users to enjoy more efficient and secure payment experience എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ATS സ്മാർട്ട് ക്വാണ്ടം ക്വാളിഫിക്കേഷൻ സർവീസ് ATU എന്ന് പറഞ്ഞുള്ള ഒരു ടോക്കൺ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ഇനിയിപ്പോൾ ഫ്യൂച്ചറിൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും കൊണ്ടുവരിക എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് എവിടെ നിന്നാണ് ഇൻസ്റ്റാൾ ചെയ്ത് എടുക്കുകയെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഈ വെബ്സൈറ്റിന് വഴിയായിരിക്കും നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ ഏതൊരു ആപ്പും പ്ലേ സ്റ്റോറിൽ അല്ലെങ്കിൽ നമുക്ക് എന്താണ് നമ്മുടെ ഡിവൈസിൽ ഒരു ഹാംഫുൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു നോട്ടിഫിക്കേഷനാണ് വരിക. അപ്പം ഞാൻ തീർച്ചയായിട്ടും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇതിൽ കൂടുതൽ പഠിച്ച് നിങ്ങൾക്കിത് മനസ്സിലായി ഇത് നല്ലൊരു പ്രൊജക്റ്റാണ്, നമുക്ക് ഫ്യൂച്ചറിൽ പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ കാര്യങ്ങൾ ചെയ്താൽ മതി. ഞാൻ ഒരിക്കലും ആരെയും നിർബന്ധിക്കില്ല, നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ആദ്യം തന്നെ ഞാൻ അടുത്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ റോഡ് മാപ്പിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, പോകുന്നുണ്ട്. ഒരുപാട് ഡീറ്റെയിൽ അവൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അടുത്ത സ്റ്റെപ്പുകൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള ഒരുപാട് കാര്യങ്ങൾ അവർ കൊടുത്തിട്ടുണ്ട്. അവൻ്റെ റോഡ് മാപ്പിലേക്ക് ഞാൻ വന്നു. അപ്പോൾ ടെക്നോളജി റോഡ് മാപ്പ് 2024 to 2025. അപ്പോൾ ഗ്ലോബൽ ഡെപ്ത് ഓഫ് ക്വാണ്ടം വാലറ്റ് സപ്പോർട്ട് ATU ടോക്കൺ ടു BNB ആൻഡ് ട്രോൺ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ ടെസ്റ്റിംഗ് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ടെസ്റ്റിംഗ് ഫേസ് ആണ്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും കയറാനുള്ളൊരു സമയമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ ക്വാർട്ടർലി 2025 ക്വാണ്ടം വാലറ്റ് ഒഫീഷ്യലി ഓപ്പൺ ടു ഗ്ലോബൽ യൂസേഴ്സ്, എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവർ മാറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ ATU ടോക്കൺ ലിസ്റ്റഡ് ഇൻ ഓൺ DX, അതിൻ്റെ ഓൺ DXൽ ഈ ഒരു ATU എന്ന് പറഞ്ഞിട്ടുള്ള ടോക്കൺ ലിസ്റ്റ് ആയി കഴിഞ്ഞു. അപ്പോൾ ഗ്ലോബൽ ഓപ്പറേഷൻ ആൻഡ് ഇനിഷ്യേറ്റീവ് പ്രൊമോഷൻ. അപ്പോൾ ഇനി എന്താണ് കൂടുതൽ പ്രൊമോഷനൊക്കെ ആയിരിക്കും അവർ ചെയ്യുക. എന്താണെന്ന് പറഞ്ഞാൽ ഇനി റീച്ച് കിട്ടാൻ പോകുന്ന കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കുക.
ക്വാർട്ടർലി 2 ക്വാണ്ടം വാലറ്റ് എക്കോസിസ്റ്റം കൺസിഡറിങ് എ ബിഗിൻസ് ക്രിയേറ്റ് എ കമ്മ്യൂണിറ്റി. അപ്പോൾ അടുത്ത എന്താണ് അവർ ചെയ്യുന്നത്, ഇതിനൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ വാലറ്റ് സപ്പോർട്ട് ATU ടോക്കൺ ടു BNB അത് കൊണ്ടുവന്നു. ക്വാർട്ടർലി 3 ആക്റ്റീവ് മെമ്പർഷിപ്പ് റീച്ചസ് 3 മില്യൺ ആയ ലോഞ്ച് പ്രോപ്പർലി ബ്ലോക്ക് ചെയിൻ ടെസ്റ്റ്നെറ്റ് ആയിട്ട് അവർ തീർച്ചയായിട്ടും കൊണ്ടുവരാൻ പോകുന്നുണ്ട്. അപ്പോൾ എക്സ്പാൻഡ് എക്കോസിസ്റ്റം ഇന്റർഫേസ് ഫോർ ബ്രോഡ്ബാൻഡ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യം ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞാൽ ഇത് ഒരുപാട് ലോങ് ടേം ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ക്വാർട്ടർലി 2025 ATU ടോക്കൺ ലിസ്റ്റഡ് ഓൺ 3 മേജർ CX എക്സ്ചേഞ്ച്. അപ്പോൾ എപ്പോഴാണ് ഇത് ലിസ്റ്റ് ആവുക, ATU ടോക്കൺ ഇപ്പോൾ DXലായിട്ട് ഇനി ഒരു സമയം എടുത്തിട്ട് അവർ ടോപ്പ് 3 എക്സ്ചേഞ്ചിൽ അത് ലിസ്റ്റ് ആവാൻ പോകുന്നതാണ് അവരുടെ അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മെമ്പർഷിപ്പ് റീച്ചസ് 10 മില്യൺ, പ്രൊവൈഡ് യൂസർ വാല്യൂ ഗ്രോത്ത്. അപ്പോൾ വീണ്ടും അവരെന്താണ് അവർ കമ്മ്യൂണിറ്റി അവിടെ ബിൽഡ് ചെയ്യുന്ന അവർ പറഞ്ഞിട്ടുണ്ട്. 2026-2027 മെയിൻലെറ്റ് ലോഞ്ച് ബിൽഡിംഗ് 100+ എക്കോസിസ്റ്റം അപ്ലിക്കേഷൻ. അവരിതിൽ എന്ത് കൊണ്ടുവരും, 100ലധികം എക്കോസിസ്റ്റം അപ്ലിക്കേഷനിൽ അവർ യൂസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൊണ്ടുവരും. പ്രൊവൈഡ്സ് ഗുഡ്സ് ഇൻഫർമേഷൻ ആൻഡ് സർവീസ് ടു എൻ കസ്റ്റമർ ഗ്ലോബൽ ചാരിറ്റബിൾ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം കൊണ്ട് വന്നിട്ടുണ്ട്. 2027-2028 ആകുമ്പോൾ 1000x വാല്യൂ ഗ്രോത്ത് ആയുള്ള ഒരു യൂസേഴ്സ് ആയിട്ട് ഇതിൽ മാറും. മെയിൻ സ്ട്രീറ്റ് ഗ്ലോബൽ പബ്ലിക് ബ്ലോക്ക് ചെയിൻ ആയിട്ട് ഇത് മാറും. 2029-2035 ആകുമ്പോൾ ഹൈബ്രിഡ് ആയിട്ട് DXലും CXലും ഈ സിസ്റ്റം കിടക്കുന്നുണ്ടാവും. അതേപോലെ തന്നെ 100 ബില്യൺ പാരാമീറ്റർ ന്യൂട്രൽ നെറ്റ്വർക്ക് സ്മാർട്ട് ട്രേഡിംഗ് മോഡലായിട്ട് ഇതിൻ്റെ ഒരു ആപ്പ് മാറും. അതേപോലെ തന്നെ അച്ചീവ് 30x ആനുവൽ ഗ്രോത്ത് ഇൻ യൂസേഴ്സ് അസറ്റ് വാല്യൂ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് സ്റ്റേക്ക് ചെയ്യുന്നതിൻ്റെയൊക്കെ ഒരുപാട് വാല്യൂ അധികമായിട്ട് വരാൻ ഇത് ചാൻസുകളും ഉണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ATU ടോക്കൻ്റെ ടോക്കണോമിക്സ് അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റ് കൺസെപ്ഷനും എയർ ഡ്രോപ്പും ചാരിറ്റിയും ATSും ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് അവർ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആൾ തന്നെ DXൽ നമുക്ക് എന്താണ് ഇത് ലിസ്റ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ സബ് കോയിൻസ് നമുക്കിപ്പോൾ കയറി എന്ന് പറഞ്ഞാൽ ഫാം ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ടോട്ടൽ സപ്ലൈ എന്ന് പറഞ്ഞാൽ 5 ബില്യൺ ATU ആണ്. അതേപോലെ തന്നെ അലോക്കേറ്റഡ് ഫോർ എയർ ഡ്രോപ്പ് 60% ആണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം തന്നെ ഇവിടെ ഏറ്റവും വെബ്സൈറ്റിന് ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. കയറി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഡൗൺലോഡ് ലോക്കലി ആൻഡ്രോയിഡ് ആപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. നിങ്ങൾക്കിത് പ്ലേ സ്റ്റോർ വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ APK ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. APK ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാം, ഞാൻ ആ ആപ്പ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ ആപ്പിൽ നിങ്ങൾ കയറിയിട്ട് ആ ബോണസ് കൊടുത്തു എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഫസ്റ്റ് തന്നെ 3000 പോയിന്റ്സ് കിട്ടും. ഈ 3000 പോയിന്റ്സ് ഇപ്പോൾ വർത്ത് പറയുന്ന ഒരു രീതിയിൽ നിങ്ങൾ കണക്കാക്കണ്ട. ആ ഒരു രീതിയിൽ കണക്കാക്കി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് പൈസയാണ് കിട്ടുന്നത് നമുക്ക് കാണാം. പക്ഷെ അങ്ങനെ ഒരിക്കലും കിട്ടില്ല. എനിക്കിവിടെ റെഫറിലൊക്കെ കയറിയിട്ടുണ്ട്. എനിക്കിവിടെ 24,300 എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം ഇവിടെ കാണിക്കുന്നുണ്ടെങ്കിലും ഇതിങ്ങനെ ഒരുപാട് യൂസേഴ്സ് കൂടെ എന്താവും, ഇതിൻ്റെ വാല്യൂ ഒക്കെ കുറഞ്ഞ് വരുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ആദ്യം ഏർലി യൂസേഴ്സ് ആയതുകൊണ്ടാണ് നമുക്ക് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു വാല്യൂ. ഇത് നിങ്ങൾക്ക് ഇപ്പോൾ പൈസയാക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും പൈസയാക്കാൻ പറ്റില്ല. അവർ പറഞ്ഞിട്ടുണ്ട്, എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് ഞങ്ങൾ ഒരിക്കൽ ഇല്ലെങ്കിൽ ഒരു ഫ്യൂച്ചറിൽ ഞങ്ങളുടെ ഈ ഒരു ടോക്കൺസ് ATU ഇപ്പോൾ ഒരു സാമ്പിൾ ATU എന്ന് പറഞ്ഞിട്ടുള്ള ടോക്കൺ ആയിരിക്കും നിങ്ങൾക്ക് ബോണസ് ആയിട്ട് കയറുക. നിങ്ങളത് എന്ത് ചെയ്യണം, നമുക്ക് ഫ്യൂച്ചറിൽ ATU ടോക്കൺ ആയിട്ട് ഇത് കൺവേർട്ട് ചെയ്യാം എന്നുള്ളൊരു ഓപ്ഷനാണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ മേ ബി ഈ ഒരു എയർ ഡ്രോപ്പിൽ നിങ്ങൾ തീർച്ചയായിട്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഇതിൽ കയറുക, ഫസ്റ്റ് തന്നെ വാലറ്റ് ക്രിയേറ്റ് ചെയ്യുക, രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ ഇവിടെ മീ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിലേക്ക് വരിക. ഇവിടെ ഷെയർ വിത്ത് മൈ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു കോഡ് കൊടുക്കേണ്ടി വരും. എൻ്റെ ഈ കോഡ് നിങ്ങൾ ഇവിടെ കൊടുത്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 3000 പോയിന്റ്സ് കൊടുക്കും. നിങ്ങൾക്ക് റെഫർ ചെയ്തിട്ട് എടുക്കാം, ഇല്ലെങ്കിൽ അതിൽ ടാസ്ക് ചെയ്തിട്ട് എടുക്കാം. ഇവിടെ 900 എന്ന് പറയുന്നത് മേ ബി ഒരു $90 ഫ്യൂച്ചറിൽ നമുക്ക് കിട്ടാന്നുണ്ടെങ്കിൽ ഇതൊരു മേജറായിട്ട് സേവിങ്സ് ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ കയറാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഡ്രോപ്പ് ചെയ്യുക. ഇനി ഞാൻ അടുത്ത് പറയാൻ പോകുന്നത് നമ്മുടെ പൗസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിൻ്റെ അപ്ഡേറ്റിലേക്കാണ്. പൗസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ് ഇപ്പോൾ ബൈബിറ്റിൽ പ്രീ മാർക്കറ്റ് അവൈലബിൾ ആണ്. അപ്പോൾ എന്താണ് പ്രീ മാർക്കറ്റ് എന്നുള്ളൊരു കാര്യം ഞാൻ സാധാരണക്കാരായ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. അല്ലാതെ ഇവിടെ ഒരുപാട് കാലമായിട്ട് ഇരിക്കുന്ന ആൾക്കാരല്ല. പ്രീ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ ഇറങ്ങുന്നതിന് മുമ്പ് നമുക്കൊരു പ്രീ സെയിൽ എന്നുള്ളൊരു ഓപ്ഷൻ തന്നെയാണ്. പ്രീ സെയിൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് മേടിച്ച് വയ്ക്കുന്നു, വിൽക്കുന്നു, നമ്മൾ ട്രേഡ് ചെയ്തിട്ട് അതിനൊരു വാല്യൂ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഈ പ്രീ മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് എവിടെയാണ് പ്രീ മാർക്കറ്റ് കാണുക, ഞാൻ ഒരിക്കലും ഇവിടെ KFC കംപ്ലീറ്റ് ചെയ്തിട്ടില്ല ബൈബിറ്റിൽ. നിങ്ങൾക്ക് മോർ ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ എന്ത് കാണാൻ പറ്റും, പ്രീ മാർക്കറ്റ് ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ പ്രീ മാർക്കറ്റ് ട്രേഡിംഗ് ഈസ് കണ്ടന്റ് over the counter OTC enable the buyers and sellers to create offers and match trade for new token before their official release. അപ്പോൾ ഒരിക്കലും ഇതെല്ലാം പ്രൈസ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് വായിച്ചു തന്നത്. നമുക്കിവിടെ എന്ത് കാണാൻ പറ്റും, പൗസ് ഇപ്പോൾ അവിടെ ഇൻ പ്രോഗ്രസ് ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മൊത്തം ട്രേഡിംഗ് വോളിയം എന്ന് പറഞ്ഞാൽ 2,22,128 മാത്രമാണ് ഇപ്പോൾ അവിടെ ട്രേഡിംഗ് വോളിയം ഉള്ളൂ. അപ്പോൾ ഒരുപാട് ആൾക്കാർ ട്രേഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ വീണ്ടും അതിൻ്റെ വാല്യൂ കുറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഈ ഒരു പ്രീ ട്രേഡിംഗ്
ട്രെൻഡിങ്ങിലാണ് പറയുന്നത്. ഒരുപാട് ആൾക്കാർ മേടിക്കുന്നു, സെല്ല് ചെയ്യുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അതേപോലെ തന്നെ ഇതിന് ഹൈപ്പ് വരുമ്പോൾ ഒരുപാട് ആൾക്കാർ വീണ്ടും ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് ഇതിൽ കൊണ്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു വാല്യൂ നമുക്ക് ഇവിടെ നിന്ന് കൂടി കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഒരു പ്രീ മാർക്കറ്റ് വാല്യൂ വെച്ചിട്ട് ഏതൊരു പ്രൊജക്റ്റിനെയും കണക്കാക്കരുത്. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണെങ്കിൽ ടോമ നിങ്ങൾ ആലോചിച്ചാൽ മതി. ടോമ $2 $1 വരെ പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് ലിസ്റ്റായ പ്രൈസ് 0 കഴിഞ്ഞിട്ട് 6 കഴിഞ്ഞിട്ടുള്ള $1 അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക, ഈ പൗസിൻ്റെ കാര്യം നിങ്ങൾ എന്തായാലും ഈ ഒരു പൗസ് നല്ലൊരു പ്രൊജക്റ്റ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നല്ലൊരു പ്രോഫിറ്റ് കിട്ടട്ടെ. അപ്പോൾ കറൻ്റ്ലി ഇപ്പോൾ ഈ ഒരു പ്രൈസിലാണ് ഇത് ലിസ്റ്റ് ആവുന്നത്. 0.00071 എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലാണ് ഇത് ലിസ്റ്റ് ആവുന്നതെങ്കിൽ എനിക്ക് എത്രത്തോളം പ്രോഫിറ്റ് കിട്ടും എന്നുള്ളൊരു കാര്യം കൂടി ഞാൻ നിങ്ങൾക്ക് എന്ത് തരാം, കാണിച്ചു തരാം. എനിക്ക് മൊത്തം 14,000 ടോക്കൺസ് ഉണ്ട്. ഇൻറ്റു 0.00715 എന്ന് പറയുമ്പോൾ എനിക്ക് $10 മാത്രമാണ് ഈ ഒരു വാല്യൂയിൽ ഉണ്ടെങ്കിൽ എനിക്ക് കിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കുക. ഒരിക്കലും ഈ ഒരു 14,000 ടോക്കൺസ് $10 ആയിരിക്കില്ല, തീർച്ചയായിട്ടും എബോ ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. ഒരിക്കലും ഹോപ്പ് വിടരുത്. ഒരുപാട് ഹോപ്പ് ഞാൻ തരുന്നില്ല, പക്ഷേ എന്തായാലും നല്ലൊരു പ്രൊജക്റ്റ് ആയിട്ട് ഈ ഒരു പൗസ് മാറട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് പൈ നെറ്റ്വർക്കിൻ്റെ കാര്യമാണ്. അപ്പോൾ പൈ നെറ്റ്വർക്കിൻ്റെ കാര്യം പറയുമ്പോൾ എല്ലാവർക്കും മേജർ ആയിട്ടുള്ള ഡൗട്ടാണ് ഈ പൈ നെറ്റ്വർക്ക് ഇല്ലെങ്കിൽ ഒരു പൈ ടോക്കൺ നമ്മുടെ ഈ ഒരു ബൈനാൻസിൽ ലിസ്റ്റ് ആവോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് വെബ്സൈറ്റിൽ നിന്ന് ഇൻഫർമേഷൻ എടുത്തിട്ട് ഞാൻ അതിൻ്റെ കുറച്ച് ഇൻഫർമേഷൻ നിങ്ങൾക്ക് വായിച്ചു തരാം. ആസ് ഓഫ് March 7, 2025, Binance has not officially listed Pi Network as native token Picoin on its exchange. അപ്പോൾ എന്താണ് ഇത് ലിസ്റ്റ് ആയ സമയത്ത് ബൈനാൻസ് ഇത് ലിസ്റ്റ് ചെയ്തിട്ടില്ല. ഇൻ February 2025, Binance conducted a community vote gauge interest in the listing Picoin with approximately 86.6% participant voting in favor. അപ്പോൾ അവരെന്ത് ചെയ്തു, ബിനാൻസ് തന്നെ അവർക്കൊരു ഡൗട്ട്ഫുൾ ആയപ്പോൾ അവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അവരൊരു വോട്ടിംഗ് സിസ്റ്റം കൊണ്ടിട്ടു. വോട്ടിംഗ് ചെയ്തിട്ട് നിങ്ങൾക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഈ പയ്യെ പറഞ്ഞിട്ടുള്ള ടോക്കൺ ലിസ്റ്റ് ചെയ്യണോ വേണ്ടിയോ, ട്രേഡിംഗ് പെയർ ആയിട്ട് കൊണ്ടുവരണോ വേണ്ടിയോ എന്നുള്ളൊരു കാര്യം അവർ തന്നെ വോട്ടിംഗ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വി വാണ്ട് ടു ഹിയർ ഫ്രം യു, ഷുഡ് പൈ ബി ലോഞ്ച്ഡ് ഓൺ ബിനാൻസ്, വോട്ട് നൗ ഓൺ ബിനാൻസ് സ്ക്വയർ ആൻഡ് ഷെയർ യുവർ തോട്ട്. അപ്പോൾ അതിൽ ഒരുപാട് ആൾക്കാർ 86% ആൾക്കാരും എന്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഞങ്ങൾക്ക് ലിസ്റ്റ് ചെയ്യണം എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം മേ ബി ലിസ്റ്റ് ആവാം, പക്ഷേ ഇപ്പോഴും അവർ ഒഫീഷ്യലായിട്ട് ലിസ്റ്റ് ആവും എന്നുള്ളൊരു കാര്യം നമുക്ക് പറഞ്ഞിട്ടില്ല. അതർ മേജർ എക്സ്ചേഞ്ചസ് ഹാവ് ടോക്കൺ സ്റ്റെപ്പ് ടു സപ്പോർട്ട് പൈക്കോയിൻ. OKX അനൗൺസ് plan to list Picoin for spot trading with the deposit opening February 12 and trading commence on February 20 തന്നെ നമ്മുടെ OKXൽ അവർ ട്രേഡിംഗ് കൊണ്ടുവന്നു. ഗേറ്റ്വേയിൽ അവർ സ്റ്റേക്കിംഗ് പ്രോഗ്രാം ആയിട്ട് പൈ കൊണ്ടുവന്നു. ബിറ്റ്ഗേറ്റിലും അവർ ട്രേഡിംഗ് പെയർ ആയിട്ട് കൊണ്ടുവന്നു. അപ്പോൾ അലോയിങ് യൂസേഴ്സ് ടു സ്റ്റേക്ക് പൈ ടു ഏൺ ബിറ്റ്കോയിൻ ആൻഡ് ബിറ്റ്മാർട്ട് പ്ലാൻ ടു ട്രേഡിംഗ് കമ്പൈൻ വിത്ത് പ്രൈസ് പൂൾ ഓഫ് $10,000 വിത്ത് ടോക്കൺ ആൻഡ് മെക്സി എസ് പ്ലാൻ ഓഫറിംഗ് എ ഇൻക്ലൂഡ് പൈക്കോയിൻ ഫ്യൂച്ചർ ട്രേഡിംഗ് വിത്ത് അഡ്ജസ്റ്റബിൾ ലിവറേജ് അപ് ടു 50x. Speculation continues regarding the Binance potential listing of Picoin, especially with the upcoming Pi Day on March 14, 2025, a significant date for the Pi network community. However, as of now, no official confirmation has been made by Binance. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട കാര്യം എന്താണ്, ഈ ഒരു പൈ ഡേയിൽ വരുന്ന ഇല്ലെങ്കിൽ മാർച്ച് 14 ഇല്ലെങ്കിൽ മാർച്ച് 14 വൈകുന്നേരം ഇല്ലെങ്കിൽ മാർച്ച് 15 ആകുമ്പോഴായിരിക്കും നമുക്കിത് അറിയാൻ പറ്റുള്ളൂ ഇത് ബിനാൻസിൽ ലിസ്റ്റ് ആവോ ഇല്ലയോ. അപ്പോൾ മേജർ ആയിട്ടുള്ള എല്ലാ എക്സ്ചേഞ്ചിലും ഇത് ലിസ്റ്റ് ആയി കഴിഞ്ഞു. അപ്പോൾ ബാക്കിയുള്ള ഈ ഒരു ബിനാൻസിൽ ലിസ്റ്റ് ആയെന്ന് പറഞ്ഞാൽ വീണ്ടും ട്രേഡിംഗ് ആവും, ഒരുപാട് ആൾക്കാർ പ്രൈസ് കൂടും, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ബിനാൻസിൽ എന്തായാലും ഇത് വന്നു എന്ന് പറഞ്ഞാൽ മാത്രമാണ് നമുക്ക് നല്ലൊരു വാല്യൂലൊക്കെ ഹൈപ്പിലൊക്കെ കയറുള്ളൂ. എന്തുകൊണ്ടും മാർച്ച് 14 ഒരു വാല്യൂ കൂടാനുള്ള സാഹചര്യങ്ങൾ ഈ ഒരു കോയിൻ ഉണ്ട്. ഇന്നലെ തൊട്ട് മാർക്കറ്റ് വളരെയധികം ഡംപാണ്. എന്താ കാര്യമെന്ന് പറഞ്ഞാൽ ഈ ഒരു ബിറ്റ്കോയിൻ റിസർവ് സബ്മിറ്റിൽ ട്രംപ് എന്താണ് പറഞ്ഞിട്ടുള്ളത്, ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്ന ബിറ്റ്കോയിൻ ഞങ്ങൾ ഒരിക്കലും സെല്ല് ചെയ്യില്ല, പക്ഷെ നിങ്ങളോട് ബൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു കാര്യം അവർ എന്ത് ചെയ്തില്ല, ട്രംപ് അനൗൺസ്മെൻറ്റ് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ഈ എല്ലാ കോയിൻ്റെ വാല്യൂ ചറ പറയുന്നത് വളരെയധികം ഡംപായി എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ എന്തായാലും പൈൻ്റെ ഇനി ഒരു മാർച്ച് 14 ഒരു ഡേ വരുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഒരു വാല്യൂ ഒക്കെ ഇതിന് വരട്ടെ. എല്ലാവരും ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർക്ക് നഷ്ടമൊന്നും സംഭവിക്കാതിരിക്കട്ടെ. ഞാനൊരിക്കലും ഹോൾഡ് ചെയ്തിട്ടില്ല, പക്ഷേ ഇൻഫർമേഷൻ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. പൈ ഡേ എന്ന് പറഞ്ഞിട്ടുള്ള മാർച്ച് 14 ഒരിക്കൽ ഇവർ എന്ത് ചെയ്തിട്ടുണ്ട്, ബിനാൻസ് തന്നെ അങ്ങനെ അവർ സപ്പോർട്ട് ചെയ്തിട്ട് പൈ എന്ന് പറഞ്ഞിട്ടുള്ള ഹാപ്പി പൈ ഡേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം ഇട്ടിട്ടുണ്ട്. ഈ ഹാപ്പി പൈ ഡേ എന്ന് പറഞ്ഞാൽ ഇവിടെ 2 കോയിൻ ഉണ്ട്, വേറൊരു കോയിനും പൈ ചെയിനോ പൈ അങ്ങനെ പറഞ്ഞൊരു കോയിൻ ഉണ്ട്. നിങ്ങൾക്ക് അത് സെർച്ച് ചെയ്താണ് നിങ്ങൾക്ക് നോക്കിയെന്നറിയാം. അപ്പോൾ ഇത് എന്തിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇട്ട് എന്ന് നമുക്ക് ഇപ്പോഴും കൺഫർമേഷൻ അല്ല. അപ്പോൾ 100% ഇത് ലിസ്റ്റ് ആവുമെന്ന് ചോദിച്ചു എന്ന് പറഞ്ഞാൽ എനിക്ക് 80% പ്രതീക്ഷയുള്ളൂ. ബിനാൻസ് ലിസ്റ്റ് ആയ എന്തായാലും ഇതിൻ്റെ വാല്യൂ കൂടും, നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്,
മേജർ ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ക്വാണ്ടം വാലറ്റ്, അതേപോലെ തന്നെ ATU ടോക്കൺ എന്ന് പറഞ്ഞിട്ടുള്ള ടോക്കണിനെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും കയറുക. അതേപോലെ തന്നെ പൗസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതൊരിക്കലും ഒരു റിയൽ വാല്യൂ അല്ല. അതേപോലെ തന്നെ ഞാൻ ബിനാൻസിൽ പൈ ലിസ്റ്റ് ആവുമോ എന്നുള്ളൊരു കൺഫർമേഷൻ ഞാൻ പറയുന്നുണ്ട്. 80% എന്തായാലും തീർച്ചയായിട്ടും ലിസ്റ്റ് ആവാനുള്ളൊരു സാധ്യതയും കിടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇതുവരെ ടെലിഗ്രാം ചാനലിൽ കയറാത്ത ആൾക്കാരാണെങ്കിൽ മസ്റ്റായിട്ട് ടെലിഗ്രാം ചാനലിൽ കയറുക. ഒരുപാട് അപ്ഡേറ്റ് ഞാൻ നിങ്ങൾക്ക് അവിടെ ഇടുന്നുണ്ട്. അതേപോലെ തന്നെ എത്രത്തോളം നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നു അങ്ങനെയുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ ഞാൻ അവിടെ നിന്ന് ഇടുന്നുണ്ട്. തീർച്ചയായിട്ടും ടെലിഗ്രാം ചാനലിൽ കയറുക. പെട്ടെന്ന് അപ്ഡേറ്റുകൾ നമുക്ക് അവിടെ നിന്ന് മാത്രമാണ് കൊടുക്കാൻ പറ്റുള്ളൂ. വീഡിയോ ആയിട്ട് ചെയ്യുമ്പോഴൊക്കെ അതിൻ്റേതായ ഒരു സമയപരിധിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഹാവ് എ ഗ്രേറ്റ് ഡേ. നന്ദി, നമസ്കാരം, ബൈ.